പാനൂർ സ്പേസ് എൻട്രൻസ് കോച്ചിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. പഠിക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിച്ചാൽ എനിക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിക്കുമെന്ന് സാധിക്കുമെന്ന് കണ്ടറിഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ലക്ഷ്യം കൈവരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സാധിക്കണം. അതാണ് ഇന്നത്തെ നമ്മുടെയൊക്കെ തന്നെ കാഴ്ചപ്പാട്. ഏതാണ് നമ്മുടെ ലക്ഷ്യം? എനിക്ക് എല്ലാ വിഷയത്തിലും A+ നേടണം, എനിക്ക് എല്ലാ വിഷയത്തിലും 100% മാർക്ക് നേടണം. ആ ലക്ഷ്യത്തോടു കൂടി പഠിച്ചാൽ നിങ്ങൾക്കൊക്കെ തന്നെ ലഭിക്കും, യാതൊരു സംശയവും. അതുകൊണ്ട് ആ ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും പഠിക്കാൻ നമുക്ക് സാധിക്കുകയാണ്. ഇപ്പോൾ SSLC കഴിഞ്ഞാൽ നിങ്ങൾ +2ലേക്ക് +1ലേക്ക് കടക്കും. ആ +1ലേക്ക് കടന്നാൽ നിങ്ങളെല്ലാ നിലയിലും നിങ്ങളുടെ ഭാവി ജീവിതം സുശക്തമാക്കാൻ എന്തൊക്കെ പഠിക്കണം എന്നതിനെക്കുറിച്ചുള്ള ബോധമുള്ളവരാണ് നിങ്ങളൊക്കെ. സ്പേസ് പ്രിൻസിപ്പൽ A. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. 95% അതിന് മുകളിൽ വായിച്ച 30 വിദ്യാർത്ഥികൾ ഉണ്ട്. അതുപോലെ 10ാം ക്ലാസ്സിൽ മട്ടന്നൂരിലെ 35 വിദ്യാർത്ഥികളടക്കം പാനൂര്, പാറാട്, തലശ്ശേരി സെന്ററുകളിലെ വിദ്യാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ 154 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ നേടുവാൻ സാധിച്ചു. അതേപോലെ 40ഓളം വിദ്യാർത്ഥികൾക്ക് 9 വിഷയങ്ങളിൽ A+ പാനൂർ നഗരസഭാ കൗൺസിലർമാരായ KK സുധീർ കുമാർ, PK പ്രവീൺ, പാനൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ അഖിലേഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് സ്പേസ് പാറാട് പ്രിൻസിപ്പൽ NK രാജേഷ് സ്വാഗതവും ശീതൽ നന്ദിയും പറഞ്ഞു. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ 154 വിദ്യാർത്ഥികളും +2 പരീക്ഷയിൽ 99% മുകളിൽ മാർക്ക് നേടിയ 18 വിദ്യാർത്ഥികളും അടക്കം 100 കണക്കിന് വിദ്യാർത്ഥികളാണ് സ്പേസിന്റെ ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിയത്. തലശ്ശേരി, പാനൂർ, മട്ടന്നൂർ, കൂത്തുപറമ്പ്, പാറാട്, പള്ളൂർ എന്നിവിടങ്ങളിലാണ് സ്പേസ് എൻട്രൻസ് കോച്ചിംഗ് സെന്റർ പ്രവർത്തിക്കുന്നത്. 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷൻ ക്ലാസുകളും എൻട്രൻസ് കോച്ചിംഗ് ക്ലാസുമാണ് സ്പേസ് എൻട്രൻസ് കോച്ചിംഗ് സെന്ററിൽ നൽകുന്നത്. സമഗ്ര ന്യൂസ് പാനൂർ.